ഹലോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മളുടെ ജീവിതത്തിൽ ഒരു ജീവിതാനുഭവം ഉണ്ടായെന്ന്. അതായത് ഒരു ദുഃഖ ഫ്രൈഡേ ഉണ്ടെങ്കിൽ, ഒരു ഗുഡ് ഫ്രൈഡേ ഉണ്ടെങ്കിൽ ഒരു ഈസ്റ്റർ ഉണ്ടെന്ന്. ഇത് സംഭവിച്ചത് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേട്ടോ. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയൊക്കെ ആയിരുന്നു ഞാൻ. അങ്ങനെയൊന്നും കുഴപ്പമൊന്നും അല്ലായിരുന്നു. പക്ഷെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഫസ്റ്റ് ഇയർ നഴ്സിംഗിന് നമുക്ക് കുറെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അതിനകത്ത് 2 സബ്ജക്റ്റിന് ഫെയിലായി. എനിക്ക് തോന്നുന്നു മൈക്രോബയോളജി അതുപോലെ തന്നെ ഫിസിയോളജി എന്ന് പറഞ്ഞ 2 സബ്ജക്റ്റിനാണ് ഫെയിലായത്. അപ്പൊ അത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എന്ത് ഞാൻ പഠിക്കാഞ്ഞിട്ട് ഫെയിൽ ആയതല്ല, നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു. രാത്രികളിലും ഒക്കെ കോറിഡോറുകളിലൊക്കെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 16 പേര് ഞങ്ങളുടെ സെയിം ഒരു റൂമിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതെന്ന്. അന്ന് നമ്മളിങ്ങനെ ബങ്ക് ബെഡ്, അങ്ങനെ ഡബിൾ ബങ്ക് ബെഡ് ഒക്കെ ആയിരുന്നു. ഇതിന്റെ അകത്ത് നമ്മള് 8 ബെഡ് ഉണ്ടായിരുന്നു. അപ്പൊ 16 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങളുടെ കൂടെ ദർശന എന്ന് പറഞ്ഞ ഒരു കൊച്ചു മാത്രമാണ് എല്ലാ സബ്ജക്റ്റിനും ഒറ്റ ഫസ്റ്റ് അറ്റംപ്റ്റില്, ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ്. ബാക്കി നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകളൊക്കെ ആയാലും പോയിരുന്നു. പക്ഷെ അതൊന്നും വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ പറയുമ്പോൾ എന്താ പറയാ, ഓക്കെ നീ നഴ്സിംഗ് പഠിക്കാൻ പോയി, ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നു, പഠിക്കാഞ്ഞിട്ടാണ്, അങ്ങനെയൊക്കെയുള്ള വഴക്കും കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് നോർമലി പേരൻസിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ എനിക്കും വഴക്കൊക്കെ കിട്ടി പഠിക്കാഞ്ഞിട്ടാണെന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഓക്കെ, രണ്ടാമത് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ ആ ഒരു അറ്റംപ്റ്റിനും കിട്ടിയില്ലെങ്കിൽ നമ്മൾ 6 മന്ത് ബാക്കാവും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു പെസഹാൻ പോയിട്ട് ഓശാന ഞായറാഴ്ച തലേദിവസം എന്റെ ചിക്കൻ പോക്സ് വന്നു. കർത്താവിശോയെ, എക്സാം എന്ന് പറഞ്ഞ് ഈസ്റ്ററിന്റെ പിറ്റേ ദിവസമാണ് എനിക്ക് എക്സാം സ്റ്റാർട്ട്. ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം എക്സാം സ്റ്റാർട്ട് ചെയ്യും. അന്ന് അനാട്ടമി ഞാൻ ജയിച്ചു. അതിന്റെ പിറ്റേന്നാണ് ഫിസിയോളജിയുടെ ഒക്കെ എക്സാം വരുന്നത്. ഒരു രക്ഷയില്ല. ഹോസ്റ്റലിൽ വാർഡനോട് കരഞ്ഞു പറഞ്ഞു, എനിക്കൊരു ഐസൊലേറ്റഡ് എവിടെയെങ്കിലും ഒരു മൂലയിൽ എന്നെ ഇരുത്താം, ഒരു റൂം തരാമോ. പക്ഷെ നമ്മൾ ഈ 16 പേര് കൂടിയുള്ള ഒരു റൂമിലല്ലേ, അവരാരും സമ്മതിക്കത്തില്ലല്ലോ. അങ്ങനെ എന്നെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റിവിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടോ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എനിക്ക് അടുത്ത ആഴ്ച എക്സാം ആണ്, ഐ നീഡ് ടു റൈറ്റ് ദ എക്സാം. ഒരാഴ്ച കൊണ്ട് ചിക്കൻ പോക്സ് മാറ്റുന്ന വല്ല മരുന്നുകൾ തരാമോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ചിക്കൻ പോക്സ് ആണ് മോളെ, ഒരാഴ്ച കൊണ്ട് എന്തായാലും ചിക്കൻ പോക്സ് ഒന്നും മാറില്ല, മിനിമം 14 ദിവസം അല്ലെങ്കിൽ 15 ദിവസം നീ ഐസൊലേഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്ന ഒരു റൂമില് ആക്കിയിരിക്കുകയാണ്. മമ്മിയൊക്കെ ഇങ്ങനെ ഒരു ഞങ്ങളുടെ റൂമിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു എന്താ പറയാ, ഇങ്ങനെ ഫുഡൊക്കെ തരാം. അങ്ങനെയൊക്കെ തന്ന അനിയനും ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ പപ്പയും മമ്മിയും ആങ്ങളെയാണ് എനിക്കുള്ളത്. അങ്ങനെ ഫുഡൊക്കെ തന്ന് കഴിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മമ്മിയാണെങ്കിലും ബുക്ക് പോലും എനിക്ക് പഠിക്കാനായിട്ട്, കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ പോക്സിന്റെ സമയത്ത് നമ്മളെ കണ്ണ് സ്ട്രെയിൻ ചെയ്താൽ കണ്ണിനൊക്കെ പ്രശ്നമാവും എന്നൊക്കെ